ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആഫ്റ്റർ ദാറ്റ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ആ കിട്ടിയത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സബ്മിറ്റ് യുവർ വില്ലിങ്നെസ്, ഫ്ലോട്ട്, സ്ലൈഡ്, ഫ്രീസ്. ഇതെന്താണെന്ന് ഞാൻ സെപ്പറേറ്റ്ലി പറയുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ പോലും പറയാണ്, നിങ്ങൾക്ക് കിട്ടിയ കോളേജസിൽ തന്നെ വേറെ ഹയർ ഓപ്ഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് എസ്പെഷ്യലി എഞ്ചിനീയറിങ്ങിനാണ് വരിക. നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ സിവിൽ കിട്ടി, ആ കോളേജിൽ തന്നെ ഈസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത്. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും താല്പര്യമില്ലെങ്കിൽ ആണ് ഫ്രീസ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസുകളെല്ലാം തന്നെ നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഫ്ലോട്ട് വേണോ, സ്ലൈഡ് വേണോ, ഫ്രീസ് വേണോ എന്ന് തീരുമാനിക്കാൻ. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ മുമ്പേ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12 സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്കത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി പ്രൂഫ്, അത് +1 +2 സർട്ടിഫിക്കറ്റാണ് നോർമലി ചെയ്യാറ്. ചില ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് അതിന് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി വരും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ. അതിനുശേഷം സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസിന് ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീസാണ് വരുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് ഇപ്പോൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾ പുറത്താവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും ക്വറീസ് റേസ് ആയി വരികയാണെങ്കിൽ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടോ ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്വറീസ് വരികയാണെങ്കിൽ നിങ്ങളത് റെസ്പോണ്ട് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ജോസയുടെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളൊന്നും തന്നെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. സീറ്റ് അപ്ഗ്രേഡേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടിങ് ചെയ്യേണ്ടതാണ് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് മിസ്സാവാതെ എല്ലാവരും തന്നെ അടയ്ക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ.